ചന്ദ്രൻ വളയിട്ട കൈയിലെ വാസനത്താമ്പൂലം ഉഷസെടുത്തു. വാസന്തവരചന്ദ്രൻ വളയിട്ട കൈയിലെ വാസനത്താമ്പൂലം ഉഷസെടുത്തു. പൊഴിഞ്ഞു കിടന്നൊരു പൂവിലെ തേനുമാ പൂവയിൽ പ്രാവുകൾ പറന്നു വന്നു. നീ ഒരു ഞൊടി എന്നെ തിരഞ്ഞു. ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ. മിഴിവാതെ ഇതൾ ചാരി നിഴൽ നാളം തിരിതാഴ്ത്തി. മനസ്സു നീർത്തുന്ന പൂമെത്തയിൽ ഉറങ്ങാതെ രാവുറങ്ങി ഞാൻ. വെരി ഗുഡ്, വെരി ഗുഡ്. അച്ചു ചേച്ചി സൂപ്പർ ആയിട്ട് പാടി. താങ്ക് യു. ഇത്തവണ ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ? ഇല്ല, ടെൻഷൻ ഇല്ലായിരുന്നു. ആണല്ലേ? പേടിയില്ല, ടെൻഷനും ഇല്ല, ഒന്നുമില്ല കൊച്ചിന്. സൂപ്പർ. ശരത് സാർ കുറച്ച് ടെൻഷൻ ആകാമായിരുന്നു. എന്തിനാ
വേണ്ട സാർ. അച്ചാടാ. അല്ല നിനക്ക് ടെൻഷനൊന്നും വേണ്ടല്ലോ കരയുന്നതിന്. ഇല്ല സാർ, തല കരയില്ല തന്നെയാ സാർ. കരഞ്ഞ. കരയില്ല സാർ. തല പോയാലും കരയത്തില്ല അല്ലേ? അല്ലേ? തല അവിടെ തല പോയാലും ഇനി കരയത്തില്ല. നല്ല സുന്ദരം പാട്ട്, നല്ല ശബ്ദമുള്ള ഒരു പാട്ട്, നന്നായിട്ട് പാടി. ഇതിനേക്കാണ് ഈ പാട്ട് നന്നാക്കാം എന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. ഓക്കെ സാർ. എനിക്ക് പ്രധാനമായിട്ട് തോന്നി ഈ ശ്വാസം അതൊന്ന് ശരിയാക്കണം. ഓക്കെ സാർ. കാര്യം എവിടെ ഓരോ സ്ഥലത്ത് ബ്രത്ത് ഇല്ലാതാവുന്നുണ്ട് അവസാനം വരുമ്പോഴത്തേക്ക്, അതും ശരിയാക്കണം കേട്ടോ. ഓക്കെ സാർ. പാതിരാവനമില്ല, അതൊക്കെ ആ സംഗതിക്കൊക്കെ ഒരു കുറച്ചും കൂടെ സുഖമാവാം, ക്ലാരിറ്റി ആവാം. നമുക്കൊന്ന് പാടിയാലോ? അത് മോളെ ഈ വനമുല്ല അങ്ങനെ അങ്ങനെ പറഞ്ഞങ്ങ് വിടല്ലേ, അതിനൊരു സുഖം. ഇതെന്താണ് ഇതിന്റെ ഈ പാട്ടിന്റെ ഒരു വികാരം എന്താണ്? പ്രണയം. പ്രണയം. ഞാനാണ് കത്തി വെച്ച് കുത്തുന്നോണാണോ പ്രണയം? അപ്പൊ അതൊന്ന് പാതിരാവനമില്ല എന്ന് പറയുമ്പോ ഒരു സുഖം വേണ്ടേ? ഓക്കെ. ഒരു ചെറിയ വിബ്രാട്ടോ കൊടുക്കാമോ അവിടെ? വനമുല്ല ഒരു സന്തോഷം വരട്ടെ. പ്രണയം എന്ന് പറഞ്ഞിട്ട് എന്തിനാ വെറുതെ പാടിക്ക്, വെറുതെ പാടിക്ക്. മതി 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 മതി. അതൊന്ന് സന്തോഷത്തോടെ പാടുക. വലിയ ചിരിച്ചല്ല കേട്ടോ, അതിനുള്ള സ്കോപ്പില്ല. പിന്നെ അഴിഞ്ഞു കിടന്നൊരു ഓർത്തു അല്ലി മടിയിൽ വെച്ച് അത് ആ ക്രോമാറ്റിക് ഒന്ന് സുഖം വരട്ടെ. മടിയിൽ വെച്ചു ഞാൻ അടിമുടി തിരഞ്ഞു മറന്നോ തിരിഞ്ഞോ വാട്ടോറാ ശ്രുതി ചേരണം കേട്ടോ. ഇതിനേക്കാളും അതിമനോഹരമായിട്ട് അച്ഛനെ കൊണ്ട് പാടാൻ പറ്റും ഉറപ്പായിട്ട്. അത് കുറച്ചും കൂടെ ഒന്ന് ഒരു ധൈര്യം സംഭരിച്ച് കുറച്ച് ശ്വാസവും സംഭരിച്ച് വരിക. അടുത്തോട്ട് എല്ലാ ഐശ്വര്യവും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. ചേച്ചി കറുത്ത ഉടുപ്പിട്ട സുന്ദരി, മോളെ നല്ല പാട്ട് സെലക്ഷൻ. മോള് നന്നായിട്ട് പാടാൻ ഉള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എന്നാലിപ്പം സാർ പറഞ്ഞ അതേ കാര്യത്തോട് ഞാനും യോജിക്കുന്നു. ഈ അക്ഷരങ്ങൾ കുറച്ചുകൂടി ഒന്ന് വ്യക്തമാവാമായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. മോള് പാടുമ്പോൾ പാതിരാ വനമുല്ല, അതിപ്പോൾ വനമുല്ല പാടി, അതിന് അത് ആ നായൊക്കെ അതിനൊന്നും ഒരു ബലമില്ല. കുറച്ചുകൂടി ഒന്നൊരു പ്രസൻസ് അക്ഷരങ്ങൾ പറയുന്നതിനും കൂടി ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. എല്ലാത്തിനും ഒരു പോസ്, അതിൻ്റെ ഫീൽ, അതിൻ്റെ ഭാവം അതുണ്ടല്ലോ. അതുപോലെ തന്നെ മോൾ ആ നോട്ട്സ് മാറുന്ന സ്ഥലങ്ങളില്ലേ, ക്രൊമാറ്റിക് എസ്പെഷ്യലി, അത് വരുമ്പോൾ അവിടെ അത് ക്ലിയർ ആയില്ല മോൾ പാടിയത്. അതൊരു സ്ട്രെയിനും ഒരു എന്തോ ഒരു അടഞ്ഞ ഒരു ഫീലാണ് അവിടെ വന്നത്. മോൾ കുറച്ചുകൂടി ഒന്ന് അത് ശ്രദ്ധയോടുകൂടി ആ വോയിസ് എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് പഠിക്കണം. ഓക്കെ, അല്ലാതെ യു ആർ എ ഗുഡ് സിംഗർ കേട്ടോ. ഇതൊക്കെ ഇനി മുന്നോട്ട് നന്നാവട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അച്ചു സാർ, അച്ചുവിന് ഈ പാട്ട് ഇതിനേക്കാളും നന്നായിട്ട് പാടാൻ പറ്റും. അച്ചു വന്ന് പാടുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ് ഫീലാണ്. അച്ചുവിൻ്റെ ചിരി, അച്ചുവിൻ്റെ ബോഡി ലാംഗ്വേജ് എല്ലാം ഒരു ഭയങ്കര ഒരു പോസിറ്റിവിറ്റി, ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ്നെസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ഒരാളാണ് അച്ചു. തവണ ഇത് എന്തോന്ന് പറ്റിപ്പോയി, നമുക്ക് കുറേ അക്ഷരങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ആ ഹൈ പോയപ്പോൾ ഒരു ഭയങ്കര ഒരു സ്ട്രെയിൻ പോലെ ഫീൽ ചെയ്തു. പിന്നെ ആ ക്രൊമാറ്റിക് ആ ഭാഗങ്ങളിൽ ആ നോട്ട്സ് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ കോമ്പോസിഷൻ അല്ല, ഒരു ഭയങ്കര ഡെപ്തുള്ളൊരു കോമ്പോസിഷനാണ്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആണ് നമുക്ക് ഇത്തവണ ഇങ്ങനെ പറ്റിപ്പോയത്. പാടി ഒപ്പിച്ചിട്ടുണ്ട്, 4 കാലിൽ വീണിട്ടുണ്ട്. അപ്പോൾ അച്ചുവിൻ്റെ വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി വേഴ്സറ്റാലിറ്റി. അഗൈൻ എല്ലാവരെയും പോലെ തന്നെ, ഒരുപാട് പേരെ പോലെ തന്നെ, ആകെ ഈ പറഞ്ഞ പോലെ കുറച്ച് ശ്രുതി പ്രശ്നങ്ങൾ, അക്ഷരങ്ങൾ, ഇതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അച്ചു. അപ്പോൾ അതുകൊണ്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഓൾ ദ ബെസ്റ്റ് മോളെ. താങ്ക് യു ഷാനിക്ക. എം ടി സർ. അച്ചു സാർ, മോള് നന്നായിട്ട് പാടി താങ്ക് യു സാർ. കേട്ടോ. രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല വോയിസാണ്, ബ്യൂട്ടിഫുൾ വോയിസ്. പിന്നെ ജഡ്ജിന്റെ അന്തിമ തീരുമാനം കോടതിയിലെത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. പാട്ട് എല്ലാവരും പാടിച്ച് പിന്നെ റിപ്പീറ്റ് ചെയ്ത് പാടിക്കേണ്ട കാര്യമില്ല. ഈ ഉറങ്ങാതെ പറഞ്ഞ്
ഉറങ്ങാതെ. കറക്റ്റ്. രാവുറങ്ങി. രാവുറങ്ങി. കറക്റ്റ്. മനസ്സ് നീർത്തുന്ന. മനസ്സു നീർത്തുന്ന. കറക്റ്റ്. എന്ന് കൂട്ടണ്ട. പിന്നെ അതുപോലെ തന്നെ മറന്നു, അങ്ങനെ അക്ഷരങ്ങളും. പിന്നെ ചില പോർഷൻസ് റിപ്പീറ്റ് ചെയ്ത് പാടിച്ചപ്പോൾ മനോഹരമായിട്ട് പാടി, താങ്ക് യു നല്ല രസമായിട്ട് പാടി. അതുകൊണ്ട് ഡോണ്ട് ഗോ ബാക്ക്. കാരണം ഇത് നന്നായിട്ട് കുറേ ഭാഗങ്ങൾ ആ കുറേ വേവ്സോലം ആ പോർഷനൊക്കെ അതിമനോഹരമായിട്ട് പാടി. താങ്ക് യു സർ. പക്ഷെ കുറച്ച് മെയിനായിട്ടുള്ള കുറേ പോർഷൻസ് കയ്യിൽ നിന്ന് പോയി. പക്ഷെ ടോട്ടാലിറ്റി നോക്കുമ്പോഴത്തേക്ക് ആ സോങ്ങിനോട് നീതി പുലർത്തിയിട്ടുണ്ട്. താങ്ക് യു അത്ര സർ. മോശമൊന്നുമല്ല, നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. ബട്ട് യു ഹാവ് ടു, ഇതല്ല ഇവർ പറഞ്ഞതുപോലെ ഈ പല കാര്യങ്ങളും അതിൻ്റെ ഫീലോടുകൂടി പാടി, കുറച്ചുകൂടെ ഫീലോടുകൂടിയും ശ്രുതിയും ചേർത്ത് പാടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഓക്കെ സർ. ഓക്കെ അല്ലേ? ഓക്കെ ആണ് സർ. ഓക്കെ, ശരി. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ചേച്ചി. അച്ചുവിന് 8.8. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഷാനിക്ക. അച്ചു സർ. സെയിം 8.8. താങ്ക് യു സർ. താങ്ക് യു. MG സർ. അച്ഛൻ ഒന്നുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമോ നെക്സ്റ്റ് സോങ്? ചെയ്തു വരും സർ. ആണോ? ആ. എങ്കിൽ 8.9. ആരെ വാ. താങ്ക് യു സർ. ശരത് സർ. ഓക്കെ സർ, ടോട്ടൽ 26.5. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.